Hi, hello, welcome back to my channel, and this is me Pravina Amitabh. ആൻഡ് ഇന്ന് നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സിക്സ് ഫ്ലാഗ്സിൽ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള തീം പാർക്കിലോട്ടാണ് പോകുന്നത്. ഇവിടെ വാട്ടർ സ്പോർട്സും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത തീമുമായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളും ഉണ്ട്. സോ നമ്മൾ സിക്സ് ഫ്ലാഗ്സിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റേ ഉള്ളൂ. സോ നമ്മൾ 2 ഫാമിലി ആയിട്ട് നമ്മുടെ കാറിൽ പോകുന്നത്. ടിക്കറ്റ് അയ്യോ അയ്യോ, കൊച്ചിരാജാവ് സിനിമയിലല്ലത്. ക്യൂ പെരുസാ. നമ്മളൊരു ഡയലോഗ് ഉണ്ടല്ലോ, കാവടി തുള്ളി പോയത്. കൊച്ചിരാജാവ് സിനിമയിൽ ഹരിശ്രീ അശോകൻ പറയുന്ന പോലെ നമ്മൾ കാവടി തുള്ളിയിട്ടാണ് പോകുന്നത്. ഏത് കോലത്തിൽ തിരിച്ചു വരുമെന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷേ എന്തോ ഒരു ധൈര്യത്തിൽ നമ്മൾ പോവുകയാണ്. ആൻഡ് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് നമ്മുടെ കൂടെ ഉള്ളത് പ്രപഞ്ച്, മഹി ആൻഡ് അവരുടെ മക്കളായിട്ടുള്ള റിയം, വിസ്മയാണ്. പ്രപഞ്ച് മലയാളിയാണ്, പക്ഷേ മഹി തമിഴാണ് കേട്ടോ. പക്ഷേ മലയാളം അറിയാം കുറച്ച്. സോ നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫാമിലിയാണിത്. ആൻഡ് പിന്നെ നമുക്ക് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഔട്ട്ഡോർ ഫുഡ് കാര്യങ്ങളൊന്നും ഇതിൽ ഉള്ളിലോട്ട് പ്രവേശനമില്ല. സോ അതുകൊണ്ട് ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് റൈഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. നമ്മൾ ഏകദേശം ഒരു 15-16 പേരുണ്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വണ്ടർല പോയിട്ടുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. ആൻഡ് അതിൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ട് പറയാട്ടോ. சரி, ரிவர்ஸ்ல வரும்போது எப்படி இருக்கும்? இப்ப பார்க்கணும் அவரே கேக்குறியே. எக்ஸ்பீரியன்ஸ் അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൈഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമുക്ക് ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് അലൗഡ് അല്ലായിരുന്നു. അതിന് ശേഷം എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കും എന്താ നമ്മളെ പേടിപ്പിക്കും. പക്ഷേ 30 സെക്കൻഡാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അഡ്രിനാലിൻ റഷ് തോന്നും. പക്ഷെ അത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്വാസം ഇങ്ങനെ നമ്മുടെ ചങ്കിനകത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു ഫീലാണ്. പക്ഷെ അടിപൊളിയായിരുന്നു, എല്ലാവരും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇതിലാണ് കയറാം. அதுலதான் இருக்கேன்னு சொல்லணும். நம்ம யாரெல்லாம் அதுல எடுத்துட்டியா? അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ പോകുന്നത് ഇതുപോലുള്ളൊരു റൂമിലോട്ടാണ് ഫസ്റ്റ് പോവുക. അവിടെ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് റൈഡിൽ കയറേണ്ടത്. ഈ റൂം കാണുമ്പോൾ തന്നെ നമ്മളുടെ പകുതി ബോധം പോകും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു പേടി തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പേടി തോന്നുന്നവരൊക്കെ പൊക്കോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതുപോലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഒരുമാതിരി വൃത്തിയായിട്ട സൗണ്ടും എല്ലാം കൂടെ. உயிர் வந்துருச்சு. இந்த எல்லாம் ரைடு போயிடாதீங்க. നമ്മളുടെ രണ്ടാമത്തെ റൈഡും കഴിഞ്ഞു. ദൈവമേ, അടിപൊളിയായിരുന്നു. ഞാനാ നൈസ്, അടിപൊളി എക്സ്പീരിയൻസ്. ഫ്രീ ഫോൾ വേറെ ലെവൽ. ഇവിടെ നിൽക്കും ശ്വാസം ഇവിടെ.
അങ്ങനെ റൈഡ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇതേ നമ്മളുടെ പിക്ചേഴ്സൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ റൈഡിന് കയറുമ്പോൾ അവരെടുക്കുന്ന പിക്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമായെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതുപോലെ ഷോപ്പിംഗ് ഏരിയ തന്നെ ഉണ്ട് അവിടെ. നമുക്ക് ജ്വല്ലറീസ്, അതുപോലെ ഷെയ്ഡ്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ടീഷർട്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ആൻഡ് ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു ഉച്ച സമയമൊക്കെ. അപ്പം നമ്മൾ നേരെ പോകുന്നത് തന്നെ ഫോട്ടോ എടുക്കാനും പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഏത് റൈഡിലാണ് പോകുന്നത്? വാട്ടർ റൈഡാണ് പോകാൻ നോക്ക്. കാണിച്ചു തരാം. ഇതാണ് വാട്ടർ. സോ ഇതിനകത്തൂടെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത്. വെള്ളാവോ? സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോരുത്തർ കാറിൽ കൂവിയിട്ടൊക്കെയാണ് പോകുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റൈഡ്സിൽ കയറുന്ന സമയത്ത് ഫോൺ, ക്യാമറ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. മേ ബി ചിലപ്പോൾ ഈ ഒരു റൈഡിൽ ചിലപ്പോൾ നമുക്ക് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ബോട്ടല്ല, ലൈക്ക് അതുപോലത്തെ ഒരു സംഭവത്തിൽ കയറണം. தண்ணி வந்துச்சு ரைட் போ ஜாலியா Smaller parties may be grouped together. During the ride, remain. ஆமா, இது தலைக்கில தான் போகுது. ஐயையா, குழந்தைங்க ரைடு நிக்கிறதா பாருங்க. குழந்தைங்க അങ്ങനെ നമ്മുടെ വാട്ടർ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഷൂ അവർ നേരത്തെ ഊരി വെക്കാൻ പറഞ്ഞുകൊണ്ട് ഷൂ സേഫായിരുന്നു. പിന്നെ അവർ വീഡിയോസും ഫോട്ടോസും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ പോയവരൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മളും ചെറിയൊരു സാഹസികമായിട്ട് എടുത്ത് അത് കുറച്ച് വീഡിയോസൊക്കെ കിട്ടി അങ്ങനെ. ആൻഡ് ഇതായിരുന്നു ദ ഫൺ ഫാക്റ്റ് ഓഫ് ദ ട്രിപ്പ് എന്ന് പറയുന്നത്. നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. ഭയങ്കര രസമുണ്ടായിരുന്നു. ആഫ്റ്റർ വാട്ടർ റൈഡ് കുട്ടികളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി. ആൻഡ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, ചെറിയവരോ വലിയവരോ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മിസ്കിറ്റി എന്ന് പറയുന്ന ഒരു ട്രെയിനിലാണ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഫ്ലാഗ്സ് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ട്രെയിൻ.
ആൻഡ് ഇതിനിടയിൽ നമ്മൾ റീൽസ് എടുക്കുന്നു, എല്ലാതര ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഫൈനലി മിസ്കിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ട്രെയിൻ സർവീസ് വന്നു. அதெல்லாம் போகாம நம்ம ட்ரெயின்ல வந்து அது அல்ட்ரா கிரீன் கலர் கிரீன் கவர்மெண்ட் எக்ஸ்பர்ட் അങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്താണ് നമുക്ക് എത്രത്തോളം റൈഡ്സ് ഉണ്ട്, നമ്മൾ എന്തൊക്കെ ചുറ്റീനി എവിടെയൊക്കെ പോകണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലേസിലാണ് നേരത്തെ നമ്മൾ ആ വാട്ടർ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മുമ്പേ ഒരു ഫ്രീ ഫോൾ കണ്ടോ നിങ്ങൾ, അതായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ. ആ ചില്ലിട്ടൊക്കെ എക്സിറ്റ് ആയത് ഏടാ, നമ്മളെല്ലാത്തിലും ഫൗളാണ്. നമ്മള് ഫുള്ള് ഫൗളാ എല്ലായിടത്തും. Any groups at 2? നമ്മൾ ഈ പോകുന്നത് കണ്ടോ, ഇനി ഇവിടുന്ന് താഴോട്ട് ആ പോയിന്റിൽ പോയിട്ട് ഫോൾ ചെയ്യാനാണ് പോകുക. ഓക്കെ, ഫോൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ക്യാമറയും കാര്യങ്ങളൊന്നും, അതുകൊണ്ടാണ്. അങ്ങനെ വാട്ടർ റാപ്പിഡും കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഫോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്യാമറയും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന ഒരു സ്ഥലത്തൊക്കെ പോയിന്റിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വാട്ടർ റൈഡിൽ. നല്ല രസമായിരുന്നു. எல்லாமே நல்லா இருக்கும். അങ്ങനെ
അങ്ങനെ സമയം ഇപ്പം ഏകദേശം 7:30 7:45 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8:30 ഒക്കെ ആവുന്ന സമയത്തേക്ക് ഈ ഒരു സിക്സ് ഫ്ലാഗ്സ് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് കിഡ്സിൻ്റെ കൂടെ കുറച്ച് നേരം പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അവർക്കും റൈഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ 3 പേര്, അതായത് അമി, JK, ഞാൻ കൂടെ പോയിട്ട് ഈ സിക്സ് ഫ്ലാഗ്സിലെ തന്നെ ഏറ്റവും വലിയൊരു റൈഡ്, അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, കിട്ടുവാണെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം, അത് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിൽ വിഷ്വൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രസ്റ്റ് മീ, സിക്സ് ഫ്ലാഗ്സിൽ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ കയറിയിട്ടുള്ള റൈഡ്സിൽ ഏറ്റവും ബെസ്റ്റ് അതായിരുന്നു. പക്ഷേ അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ദാറ്റ് വാസ് സോ ഗുഡ്. നല്ല അടിപൊളി സംഭവമായിരുന്നു. നമ്മളിപ്പോൾ കണ്ട പെർഫോമൻസ് അടിപൊളിയാണല്ലേ. അയാൾ സ്റ്റേജിൽ പാടിയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ നേരത്തെ രാവിലെ വരുന്ന സമയത്ത് ഇവിടെ മെക്സിക്കൻസിൻ്റെ ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നൗ ഇപ്പോൾ അവിടെ ഒരു നല്ലൊരു പാർട്ടി വൈബായി. അങ്ങനെ ഓരോ സമയത്തും ഓരോന്നായിരിക്കും അവിടെ ഉണ്ടാവുക. ആൻഡ് ഫൈനലി നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. സമയം ഏകദേശം ഒരു 8 മണി ആവാൻ പോവുകയാണ്. ആൻഡ് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ആൻഡ് നമ്മളിനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.